തൃശൂർ ഭദ്രാസനാധിപനെ തള്ളി ഓർത്തഡോക്സ് സഭ. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിനെക്കുറിച്ചുള്ള തൃശൂർ ഭദ്രാസനാധിപന്റെ പരാമർശം വ്യക്തിപരമെന്ന ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ. തൃശൂർ ഭദ്രാസനാധിപന്റേത് സഭയുടെ അഭിപ്രായമല്ല. സഭയ്ക്ക് പ്രധാനമന്ത്രിയോട് നിഷേധാത്മക സമീപനമില്ലെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കലാപം ആഗ്രഹിക്കുന്നില്ലെന്നും ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നുമായി ബന്ധപ്പെട്ട് തൃശൂർ ഭദ്രാസനാധിപൻ ഇത്തരത്തിൽ അതൊരു നാടകമാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. ആ പരാമർശം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പരാമർശങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ. കാത്തോലിക്ക ബാവ തന്നെ ഇത്തരത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് സഭയുടെ നിലപാടല്ല, തൃശൂർ ഭദ്രാസനാധിപന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിലപാടാണുള്ളത്. സഭയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് ആരോടുമില്ല. പ്രധാനമന്ത്രിയോടോ മറ്റുള്ളവരോടോ അത്തരത്തിൽ നിഷേധാത്മകമായിട്ടുള്ള നിലപാടില്ല. എന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അത് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു വിവാദം ആഗ്രഹിക്കുന്നില്ല, ഒരു കലാപം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഇപ്പോൾ കാത്തോലിക്ക ബാവ വ്യക്തമാക്കിയിരിക്കുന്നു. പൂർണ്ണമായും വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണുള്ളത്. മാത്രമല്ല, പുൽക്കൂട് നശിപ്പിച്ച സംഭവത്തിൽ, പാലക്കാട്ടെ സംഭവത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും അതിൽ വലിയ രീതിയിലുള്ള സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ ഇതോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്താ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പ്രതികരണം നടത്തുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ഈ സംഭവത്തെ വലിച്ചിഴയ്ക്കാൻ സഭ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. സഭ ഇത്തരത്തിൽ ഈ തൃശൂർ ഭദ്രാസനാധിപന്റെ നിലപാടിനെ തള്ളുകയാണ് ഉണ്ടായത്. തീർച്ചയായും അത് വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ്. സഭയുടെ നിലപാട് സഭയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ, പ്രധാനമന്ത്രിയുടെ വിരുന്നടക്കമുള്ള സംഭവത്തിൽ പോസിറ്റീവായി തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഇത്തരത്തിലൊരു വിമർശനം നടത്തുന്നത് ശരിയായില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് ഇത്തരത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും തൃശൂർ ഭദ്രാസനാധിപന്റെ നിലപാടിനെ തള്ളുകയും അതേസമയം തന്നെ യാതൊരു വിധത്തിലുള്ള നിഷേധാത്മക നിലപാടും പ്രധാനമന്ത്രിയോടില്ല എന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നു. ഒപ്പം ഇത്തരത്തിൽ മറ്റുള്ളവർ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് അവർ മുതലെടുപ്പിന് നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു സൂചന കൂടി ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. അതിന്റെ പേരിൽ വിവാദമാക്കാൻ തങ്ങളില്ല എന്ന് ഓർത്തഡോക്സ് സഭ ഇതോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയന്റെ പ്രതികരണം കാണാം. സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ ഒന്നും പ്രസ്താവനകളോട് അങ്ങനെ ഒരു സമീപനമില്ല. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ തന്നെ ആളാണല്ലോ ജോർജ് കുര്യൻ മന്ത്രി. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് സഭ കണക്കാക്കുന്നത്. സഭ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.